വയനാട് ദുരന്ത നിവാരണ ഫണ്ട് കള്ളക്കണക്കുണ്ടാക്കി തട്ടിയെടുക്കാനുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ നീക്കത്തിനെതിരെയും അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെയും KPCC ആഹ്വാനപ്രകാരം കോൺഗ്രസ് പുളിങ്ങോം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. DCC നിർവാഹക സമിതി അംഗം പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരളം മുഴുവൻ KPCCയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടി നടക്കുക. ഇത് രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ്. ഒന്ന്, വയനാട് ദുരന്തത്തിൽ വയനാട്ടിൽ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ എല്ലാ രംഗത്തും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു, ആശുപത്രിയിൽ പോയി കുട്ടികളുടെ കൂടെ പോലും സെൽഫി എടുത്ത് ഡൽഹിക്ക് പറഞ്ഞ നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി കേരളത്തിലെ വയനാട് ജനങ്ങളോട് കാണിച്ച വഞ്ചന, ഒരു പൈസ പോലും ഈ സമയം വരെ കേരളത്തിലെ വയനാട് ദുരന്തത്തിന് അനുവദിക്കാത്ത പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം KPCC അറിയിക്കും. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ പൈസ തരാൻ തയ്യാറാണ്. VD സതീശൻ അദ്ദേഹത്തിന് 1 മാസം ശമ്പളം കൊടുത്തു. പെരിങ്ങോത്ത്, നിങ്ങൾക്കറിയാം, പെരിങ്ങോത്ത് നമ്മുടെ ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി വന്നപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് നമ്മുടെ പ്രിയങ്കരനായ കാസർഗോഡിന്റെ MP രാജമോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം 1 ലക്ഷം രൂപ കൊടുത്തു. കേരളത്തിലെ പ്രതിപക്ഷ MLA കൊടുത്തു, കർണാടകയിലെ മന്ത്രിമാർ കൊടുത്തു, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ കൊടുത്തു, ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും കൊടുത്തു. എന്നിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇത് സുതാര്യമായിരിക്കണം, ഞങ്ങൾ തരുന്നത് വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാനാണ്, അവർക്ക് വീട് വെക്കാനാണ്, അവിടെ വയനാടിന്റെ പാക്കേജ് ഉണ്ടാവണം, ആ വയനാടിലെ വ്യാപാരികൾക്ക് അവിടെ വ്യാപാര കേന്ദ്രം ഉണ്ടാക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എല്ലാം സമ്മതിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്താ ചെയ്തതെന്ന് നമ്മൾ ഇന്നലെ മാധ്യമങ്ങളുടെ പുറത്തു വന്നില്ലേ? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അത് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടാൻ ഞങ്ങൾ കള്ളക്കണക്ക് എഴുതി വിട്ടതാണ്. ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ച സംസാരമാണോ അദ്ദേഹം നടത്തിയത്? റിയാസും പറയുന്നു അത് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ മുൻകൂർ എഴുതിയാന്ന്. പണ്ട് ഉമ്മൻചാണ്ടി ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണോ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുക? കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ദുരന്തത്തിന്റെ മറവിലും വെട്ടിപ്പ് നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇതുവരെ കേരളം കണ്ടിട്ടില്ല. പ്രതിപക്ഷത്ത് നായനാർ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, EMS മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, PKB മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ആ കാലത്തൊന്നും ഇടതുപക്ഷത്തിന്റെ ഒരു മുഖ്യമന്ത്രിയും ഇതുപോലെ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്തുന്ന ചരിത്രം കണ്ട ഏറ്റവും വൃത്തികെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾ വയനാട്ടിന്റെ ദുരന്തമുഖത്ത് എങ്ങനെ പ്രവർത്തിച്ചു, അതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ വെട്ടിപ്പിനെതിരെ മുമ്പോട്ട് വരണം. KPCC ഇന്ന് ഈ ഗ്രാമങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടി ഈ ഗ്രാമങ്ങളിലെ ജനങ്ങളിൽ ഇതിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയാണ്. നാളുകളിൽ കേരളത്തിൽ ശക്തമായ സമരം ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഉണ്ടാകും. ഇതിന്റെ കണക്ക് ശരിയായ രീതിയിലേക്ക് അല്ലെങ്കിൽ വയനാടിന്റെ പേരിൽ കേരളത്തിലെ സർക്കാർ വെട്ടിപ്പ് നടത്തിയാൽ ആ സർക്കാരിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത പുളിങ്ങോം മണ്ഡലത്തിലെ എല്ലാ കോൺഗ്രസിന്റെയും INTUCയുടെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രവർത്തകരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.